മാരേജസിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രണയങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേർക്കിടയിൽ മാത്രമല്ല നിൽക്കുക, അതിൽ ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആയിരിക്കും. കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും ഉപദേശിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാനും. അപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി വീണ്ടും നമ്മൾ ഇവരെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ, ഇവരെ വീണ്ടും കാണേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ഗിൽറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ആ തേപ്പുകാരി എന്നുള്ളൊരു പേര് വരും, അതിപ്പോൾ ആൺകുട്ടികൾ അത് ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു പേര് വരുമല്ലോ, ആ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ട്രോമ ബോണ്ടിങ് എന്ന് പറയും. നമ്മൾ വീണ്ടും വീണ്ടും അതെ ആ റിലേഷൻഷിപ്പിലോട്ട് പിന്നെയും പിന്നെയും പോവാണ്. അപ്പൊ എനിക്കൊന്ന് ടോക്സിക് റിലേഷൻഷിപ്പിൽ ആവുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു സെൽഫിനെ ഒരിക്കലും റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവര് പറയുന്നത് എന്താണോ അതാണ് നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കും. അപ്പൊ നമ്മുടെ ആക്ച്വൽ പൊട്ടൻഷ്യൽ എന്താണ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ വേറൊരാൾ പറയുന്നത് ശരിയാണെന്നൊക്കെ നമുക്ക് തോന്നിയാലും അത് എടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല, ഒരു കറേജ് ഉണ്ടാവില്ല, അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടാവില്ല. അപ്പോൾ ദേവികയ്ക്ക് അത് കിട്ടിയത് നല്ല ഒരു ഫ്രണ്ട് സർക്കിൾ ദേവികയ്ക്ക് ചുറ്റും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, ആ ഒരു ധൈര്യം എവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് ഈ ബുക്ക് വായിച്ചിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞായിരുന്നു, എനിക്ക് അവനെ കളഞ്ഞു വരണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് കളഞ്ഞു വന്ന എൻ്റെ റൂമിലുള്ള കുട്ടികൾ വരെ എനിക്ക് എഗെയിൻസ്റ്റ് ആവും, അതുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ബുക്ക് വായിച്ചിട്ട് അവളത് ചെയ്തു. അത് മാറ്റർ അല്ല മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത്, എനിക്ക് കംഫർട്ടബിൾ ആകാത്തൊരു സ്പേസിൽ ഞാൻ നിൽക്കണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ ഈ ബുക്ക് ആ കുട്ടിക്ക് ഹെൽപ്പ് ചെയ്തു എന്ന് പറയുമ്പം